അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് വഅബ്രിസൻഹു മുത്ലഖൻ ഹൈസു തലാ മാ ലൈസ മഅനാഹു ലഹു മുഹസ്സലാ. കഴിഞ്ഞ ക്ലാസ്സിൽ മുഷ്തക്കായിട്ട് ഖബർ വന്നാൽ അവിടെ ഒരു ദമീർ എന്താവും, മറഞ്ഞു കിടക്കുന്നുണ്ടാവും എന്ന വിഷയം നാം ചർച്ച ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളാണ് ഈ ബൈത്തിലൂടെയും ചർച്ച ചെയ്യുന്നത്. വ അബ്രിസൻഹു, ആ ദമീറിനെ നീ വെളിവാക്കിക്കോ, മുത്തുലക്കൻ, നിരുപാധികം എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ലുബ്സ് ഉണ്ടായാലും ഇല്ലെങ്കിലും, എപ്പോൾ, ഹൈസു, ഒരു നിലക്ക്, തലാ, ആ വസ്ഫായ ഖബർ എന്തായി, തുടർന്നു വന്നു, മാ, ഒരു മുബത്തദിനോട് തുടർന്നു വന്നു, ലൈസ മാനാഹു, ആ ഖബറിനുള്ള അർത്ഥമല്ല, ലൈസ മാനാഹു, ആ ഖബറിൻ്റെ അർത്ഥമല്ല, ലഹു, ആ മുബത്തദക്കുള്ളതല്ല, എന്തല്ല, മുഹസ്സലൻ, കരസ്ഥമാവുന്നതല്ല എന്ന് പറഞ്ഞാൽ ഈ മുബത്തദിക്കുള്ള ആവൂലെന്ത്, ഈ ഖബറിൻ്റെ അർത്ഥം. അങ്ങനെ വന്നാൽ നിമീറിന് എന്താക്കിക്കോ, ഒളിവാക്കിക്കോ. അപ്പോൾ ഒരു ഖബർ വരുമ്പോൾ രണ്ടവസ്ഥ ഉണ്ട്. ഒന്നുകിൽ എന്താവാം, ആ വസ്ഫ് എന്താവാം, മുബത്തദിനക്കുള്ളതാവാം, അല്ലെങ്കിൽ മുബത്തദിനക്കുള്ളാത്തതാവാം. ആ വസ്ഫിൻ്റെ അർത്ഥം ഒന്നുകിൽ മുബത്തദിനുള്ളതാവാം അല്ലെങ്കിൽ ഇല്ലാത്തതാവാം. ഇല്ലാത്തതാവുമ്പോൾ നിർബന്ധമായി ഒഴിവാക്കണം. ഇദാ ജറൽ ഖബറു അൽ മുഷ്തഖു, മുഷ്തഖായ ഖബർ നടന്നാൽ, അലാമൻ, ഒരുത്തൻ്റെ മേൽ, ഹുവ, ആ മുഷ്തഖായ ഖബറാവുന്നത്, ലഹു, ആ മുബത്തദിനക്കുള്ളതാകുന്നു, അല്ലെങ്കിൽ അവനുള്ളതാകുന്നു. അങ്ങനെ നടന്നാൽ ഇസ്തത്തൽ ലമീറു ഫിഹി, അതിൽ ലമീർ എന്താ, മുസ്തത്തിറാവും. ഹു സെയ്ദുൻ ഖായിമുൻ, സെയ്ദുൻ ഖായിമുൻ, ഐ ഹുവ, ഇവിടെ ഖായിമുള്ള മുഷ്തഖായ ഖബർ എന്തിനാ, സെയ്ദ് എന്നുള്ളതാകുന്നു അല്ലേ, ആണ്. അപ്പോൾ ഇവിടെ ഹുവ എന്താവും, ഇവിടെ മുസ്തത്തിറാക്കണം. ഫലു അത്തൈത്ത ബാദൽ മുഷ്തഖി ബി ഹുവ, മുഷ്തഖിന് ശേഷം ഇവിടെ ഹു കൊണ്ടുവന്നാലോ, വാ നഹ്വി, അതുപോലത്തെ പറഞ്ഞു കൊണ്ടുവന്നാലോ, വാബ്രസ്തഹു, അത് നീ ഒളിവാക്കിയാലോ, ഫക്കുൽത്ത, നീ പറയും സെയ്ദുൻ ഖായിമുൻ ഹുവ എന്ന് പറയും, സെയ്ദുൻ ഖായിമുൻ വ എന്ന് പറയും. ഫഖദ് ജബാ സിബവൈഹി ഫീഹി വജ്ഹൈനി, ഇതിൽ സിബവൈഹി ഇമാം രണ്ട് വജ്ഹ് എന്താക്കിയിട്ടുണ്ട്, ജായിസാക്കിയിട്ടുണ്ട്, രണ്ട് വജ്ഹ് ജായിസാക്കിയിട്ടുണ്ട്. ഏതാത്, അഹദുഹുമ, അതിലൊന്നാമത്തത്, അഞ്ഞക്കുന ഹുവ തഅക്കീദൻ ലിൽ ലമീർ മുസ്തതിഫി ഖായിം, ഖായിം എന്നതിൽ മുസ്തത്തിറായി കിടക്കുന്ന ലമീറിനെ തഅക്കീദായിട്ടാണ് ഹുവ എന്നത് ഇവിടെ വരുന്നത് എന്ന് ഒരഭിപ്രായം. രണ്ടാമത്തെ വജ്ഹ് എന്താ, അഞ്ഞക്കുന ഫായിലമി ഖായിം, ഖായിം എന്നതുകൊണ്ട് ഇത് ഫായിലാകലാകുന്നു, ഖായിം എന്നതുകൊണ്ട് ഫായിലാകലാകുന്നു. അപ്പോൾ ഈ രണ്ട് വജ്ഹും സിബയുമായി ജായിസാക്കിയിട്ടുണ്ട്. ഹാദ, ഇതാകുന്നത്, ഇതാ ജറ അലാമൻ ഹുവ ലഹു, ഈ വസ്ഫ് നടന്നാൽ, അലാമൻ ഹുവ ലഹു, ആർക്കാണോ ഇതുള്ളത്, ഏത് മുബത്തദിനാണോ ഇതുള്ളത്, അങ്ങനെ നടന്നാൽ, ആ മുബത്തദിനക്കുള്ള അർത്ഥമായിട്ട് ഈ മുഷ്തഖായ ഖബർ നടന്നാൽ മാത്രമാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുക. ഇനി അങ്ങനെ വരാൻ പറ്റാത്ത പോലെ ഉണ്ട്, അതാണ് ബൈത്ത് പറഞ്ഞത് അല്ലേ, മാലൈസ മനാഹു ലഹു മുഹസ്സല, ആ ഖബറിനക്കുള്ള മാന മുബത്തദിന് കരസ്ഥമാവുന്നതല്ല. അങ്ങനെ വന്നാൽ അതിന് ലമീറിനെ എന്താക്കണം, ബാരിസാക്കണം, മുസ്തതിറാക്കാൻ പറ്റൂല. അതാണ് പറയാൻ പോണേ. ഫൈൻ ജറ, ഈ ഖബർ, മുസ്തഖായ ഖബർ നടന്നാൽ, അലാ ഗൈരി മൻ ഹുവ ലഹു, ഒയർനിക്ക് ഹുവ ലഹു, ആ മുസ്തഖായ ഖബർ ഏത് മുബത്തദിനാണുള്ളത് അതിനുള്ള ഒയറിന് നടന്നാൽ, എന്നാൽ മുബത്തദിനല്ല വേറെ എന്തിനോ ആണ് ഈ ഖബർ നടന്നത് എങ്കിൽ, വഹുവൽ മുറാദു ബിഹാദൽ ബൈത്ത്, അതാണ് ഈ ബൈത്തുകൊണ്ട് ഉദ്ദേശം അല്ലേ. വഅബ്രിസൻഹു മുത്ലഖൻ ഹൈസു തല മാ ലൈസ മഅനാഹു ലഹു മുഹസ്സല എന്ന ബൈത്തുകൊണ്ട് ഉദ്ദേശം ഇതാകുന്നു. മുബ്തദിനക്കല്ലാത്ത മറ്റൊന്നിന്, മുബ്തദല്ലാത്ത ഒയറിന് ഇതിൻ്റെ മാന നടന്നാൽ, വജബ ഇബ്രാസുൽ ലമീർ, ലമീറിനെ വെളിവാക്കൽ നിർബന്ധമാണ്. സവാഉൻ ഉമിനൽ ലബ്സു, ലുബ്സ് നിർഭയമാവട്ടെ, കൺഫ്യൂഷൻ നിർഭയമാവട്ടെ, അവൽ അംലം യുമിൻ, അല്ലെങ്കിൽ
കൺഫ്യൂഷൻ നിർഭയമാവാതിരിക്കട്ടെ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇപ്പം മിസാലുമാ ഉമിന ഫിഹി ലബ്സു, കൺഫ്യൂഷൻ നിർഭയമായ ഒന്നിന് ഉദാഹരണം സെയ്ദുൻ സെയ്ദാകുന്നത്, ഹിന്ദുൻ ലാരിബുഹാ ഹുവ, ഹിന്ദുൻ ഹിന്ദ് ലാരിബുഹ അവളെ അടിക്കുന്നവളാകുന്നു, ഹുവ ആ സെയ്ദ്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ഇല്ല, കാരണം ഒന്ന് മുന്നസ് മുതക്കറാണ്. അപ്പോൾ ഹുവ ഉള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും അടിക്കുന്ന ആരാ മനസ്സിലാകും? സെയ്ദാ മനസ്സിലാകും. സെയ്ദ് സെയ്ദാകുന്നത്, ഹിന്ദുൻ ഹിന്ദാകുന്നു, ലാരിബുഹ അവളെ അടിക്കുന്നവളാകുന്നു, അവളെ അടിക്കുന്നവനാകുന്നു ഹുവ സെയ്ദ്. അപ്പോൾ ഇവിടെ ബാരിസാക്കണം, ഇവിടെ ലംബിസ് ഇല്ലെങ്കിലും ഇവിടെ ബാരിസാക്കണം, കൺഫ്യൂഷൻ ഇല്ല. മിസാലുമാലം യുമിൻ ഫിഹി ലബ്സുൽ, കൺഫ്യൂഷൻ നിർഭയമാവാത്തത്, കൺഫ്യൂഷൻ ഉള്ളത് ലമീർ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉള്ളത്. അതിനുള്ള ഉദാഹരണം സെയ്ദുൻ അമ്രുൻ ലാരിബുഹു ഹുവ, സെയ്ദാകുന്നത് അമ്രുൻ അമ്രാകുന്നു, ലാരിബുഹു അവനെ അടിക്കുന്നവനാകുന്നു ഹുവ സെയ്ദ്. അപ്പോൾ ഹുവ എന്ന് വന്നിട്ടില്ലെങ്കിൽ ഈ അടിച്ച ആളാകുന്ന കൺഫ്യൂഷൻ ആയി പോകും. മനസ്സിലായോ? ഫൈജിബ് ഇബ്രാസുൽ ഫിൽ മൗലിഇനി ഇൻദൽ ബസരീൻ, ബസർക്കാരുടെ അടുത്ത് രണ്ട് സ്ഥലത്ത് എന്താകും? ഇബ്രാസുൽ നിർബന്ധമാകും. വഹാദാ മാനാ ഖൗലിഹി, ഇതാണ് കവിയുടെ മുസന്നിഫിന്റെ വാക്കിന്റെ അർത്ഥം. വാബ്രിസൻ ഹു മുത്തലക ഐ സവാഉൻ ഉമിന ലബ്സു അവൽ അംലം യുമിൻ, ലബ്സ് ഉണ്ടാവട്ടെ ഇല്ലാതെ, ലബ്സ് നിർഭയമാവട്ടെ ആവാതിരിക്കട്ടെ, എങ്ങനെയാലും ദമീറിനെ എന്താക്കണം? ബാരിസാക്കണം, വെളിവാക്കണം. ഇതാണ് ബസർക്കാരുടെ അഭിപ്രായം. വാമൽ കുഫിയൂൻ, അപ്പോൾ കുഫക്കാർ പറഞ്ഞു ഇൻ ഉമിന ലബ്സു ജാസുൽ അമ്രാൻ, കൺഫ്യൂഷൻ നിർഭയമായാൽ രണ്ട് കാര്യം ജായിസാകും. മിസാൽ ആദ്യം പറഞ്ഞ മാതിരി അല്ലേ, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, സെയ്ദുൻ ഹിന്ദു ലാരിബു ഹുവ. അപ്പോൾ ആദ്യത്തെ ഉദാഹരണം അതിൽ ലബ്സ് കൺഫ്യൂഷൻ ആയതാണ്, ലബ്സ് നിർഭയമായതാകുന്നു. ഫൈൻ ഷിതാത്ത ബിഹു, അപ്പോൾ ഹു എന്നതുകൊണ്ട് എന്താക്കാൻ പറ്റും? കൊണ്ടുവരാൻ പറ്റും. ലബ്സ് ഇല്ലല്ലോ, അതുകൊണ്ട് ഹു എന്ന് കൊണ്ടുവരാൻ പറ്റും. ഫൈൻ ഷിതല്ല മേത്തി ബി, ആവശ്യമില്ലെങ്കിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ കൊണ്ടുവരാതിരിക്കാൻ, രണ്ട് കാര്യം ജായിസാകും. വൈൻ ഖീഫൽ ലബ്സു, ലബ്സ് ഭയപ്പെട്ടാലോ കൺഫ്യൂഷൻ ഉണ്ടായാലോ വജബൽ ഇബ്രാസോ, ഇബ്രാസ് എന്താ നിർബന്ധമാകും. മിസാലി രണ്ടാമത്തെ ഉദാഹരണം പോലെ. ഫൈനക ലൗലം തഅതിബിൽ ലമീരി, ലമീർ കൊണ്ട് നീ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഫഖുൽ കൊണ്ട് ലമീർ കൊണ്ടുവരാതെ നീ പറഞ്ഞു സെയ്ദുൻ അമ്രുൽ ലാരിബു എന്ന് പറഞ്ഞാൽ ലഹ്തവല സാധ്യതയുണ്ട് അഞ്ഞക്കുന ഫാഇലുൽ ലർബി സെയ്ദൻ, ലർബിന്റെ ഫായിൽ സെയ്ദാവാൻ സാധ്യതയുണ്ട്, വഞ്ഞക്കുന അമ്രൻ അമ്രും ആവാൻ സാധ്യതയുണ്ട്. ഫലോ അതൈതബിൽ ലമീരി, ലമീർ കൊണ്ട് വന്നാലോ ഫഖുൽ നീ പറയും സെയ്ദുൻ അമ്രുൽ ലാരിബു ഹുവ എന്ന് പറഞ്ഞാൽ തയ്യന നിർണയമാകും. അഞ്ഞക്കുന സെയ്ദുൻ ഹുൽ ഫായിൽ, ഇവിടെ സെയ്ദാണ് ഫായിൽ എന്ന് നിർണയമാകും. അപ്പോൾ ലമീർ കൊണ്ടുവന്നാലാണ് എന്താവുക? ഫായിൽ ആരാൻ തിരികെയുള്ളൂ. വഖ്താറൽ മുസന്നിഫ് ഫി ഹാദിൽ കിതാബ്, ഈ കിതാബിൽ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തിരഞ്ഞെടുത്തു മദ്ഹബുൽ ബസരീൻ, ബസർക്കാരുടെ അഭിപ്രായം തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് എന്ത് പറഞ്ഞത്? വലിയ ഹാദാ കാല അവരിഹു മുത്തലക്ക എന്ന് പറഞ്ഞത് അല്ലേ, മുസന്നിഫ് ആണല്ലേ പറഞ്ഞത്. അപ്പോൾ ബസർക്കാരുടെ അഭിപ്രായമാണ് മുസ്ലിം റഹ്മത്തുള്ളാഹി മുഖ്താറാക്കിയത്. ഇനി സവാഉൻ ഹീഫൽ ലബ്സു അവലം യുഖഫ്, ലബ്സ് പേടിക്കപ്പെടട്ടെ പേടിക്കപ്പെടാതിരിക്കട്ടെ. എന്നാൽ വഖ്താറഫി ഒരു ഹാൽ കിതാബ്, ഈ കിതാബ് അല്ലാത്ത മറ്റു ചില കിതാബിൽ മുസ്ലിം മുഖ്താറാക്കിയിട്ടുണ്ട് മദ്ഹബുൽ കൂഫിയീൻ, കൂഫക്കയുടെ അഭിപ്രായമാണ് പിടിച്ചത്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്താക്കണം? ബാരിസാക്കണം, ലമീറിന്റെ ബാരിസാക്കണം. കൺഫ്യൂഷൻ ഇല്ലെങ്കിലോ വേണമെങ്കിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ കൊണ്ടുവരാക്കാം. വഖത്ത് വറ സമാബി മദ്ഹബിം, അവിടെ മദ്ഹബ് പ്രകാരം സമാ എന്തായി വന്നിട്ടുണ്ട്. അമിതാലിക കൗലു ഷാരി, കവിയുടെ വാക്ക് അങ്ങനെ, അപ്പോൾ കവിതയിൽ തന്നെ വന്നിട്ടുണ്ട് കൂഫക്കയുടെ അഭിപ്രായം. قومي ذر المجد بانوها وقد علمت بكنه ذلك أدنان وقحطان. കൗമി എൻ്റെ സമുദായമാവുന്നത്, തുറൽ മജിദി മഹത്വത്തിൻ്റെ ഉന്നതി, ബാനൂഹ അവർ എന്താക്കിയിട്ടുണ്ട്? അതിനെ നിർമ്മിച്ചിട്ടുണ്ട്, അവരാണ് അതിനെ ഉണ്ടാക്കിയത്. വഖദ് അലിമത് ബി കുൻഹി ദാലിക, അതിൻ്റെ ഹക്കീക്കത്ത്, അതിൻ്റെ സത്യം യാഥാർത്ഥ്യം അറിഞ്ഞിട്ടുണ്ട്. ആര്? അദ്നാനു കഹ്താനു, അദ്നാൻ ഗോത്രക്കാരും കഹ്താന്റെ ഗോത്രക്കാരും, ബനു അദ്നാനും ബനു കഹ്താനും എല്ലാം ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ബാനൂഹ ഹും എന്ന് പറയണം, അതായത് തഖദീറു ബാനൂഹ ഹും എന്ന് പറയേണ്ടിയിരുന്നു. ഹുദിഫൽ ലമീർ, ഇവിടെ ലമീർ കളയപ്പെട്ടു. ലിഅംനി ലബ്സി, കൺഫ്യൂഷൻ നിർഭയം. അതിന് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഇവിടെ കൺഫ്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് എന്തായി? ലമീറിനെ കളയപ്പെട്ടു. وأخبروا بظرف أو بحرف جر ناوين معنى كائن آو استقر. ഇതുവരെ നമ്മൾ പറഞ്ഞത്
ലർഫ് എന്താകും, അല്ല ഖബർ എന്താകും, മുഫ്രദാവും ജുംലയാകും, മുഫ്രദാവും ജുംലയാകും. അപ്പോൾ ഇവിടെ പറയുന്നത് ഖബർ എന്തായിട്ട് വരുന്നത്, ലർഫോ ജാർ മജ്റൂറോ ആയിട്ട് വരുന്ന വിഷയമാണ് പറയാൻ പോണത്. അപ്പോൾ ചിലർ പറഞ്ഞു ജാർ മജ്റൂറോ ലർഫോ ആകുമ്പോൾ അവിടെ മുഫ്രദാണ് അവിടെ സങ്കല്പിക്കേണ്ടത്. മറ്റുള്ള പറഞ്ഞു അവിടെ ഒരു ജുംലയാണ് സങ്കല്പിക്കേണ്ടത്. വേറെ വിഭാഗം പറഞ്ഞു അപ്പോൾ ലർഫും ജാർ മജ്റൂറും ഉള്ളത് മറ്റൊരു ഐറ്റമാണ്, മുഫ്രദോ ജുംലയോ അല്ലാത്ത മറ്റൊരു ഐറ്റമാണെന്ന് പറഞ്ഞു. ആണ് പറയാൻ പോണേ. വാഖ്ബറു അവർ ഖബർ പറഞ്ഞിരിക്കുന്നു, ബി ലർഫിൻ ലർഫ് കൊണ്ട് ഖബർ പറഞ്ഞിരിക്കുന്നു, ഓ ബി ഹർഫ് ജർ അല്ലെങ്കിൽ ജെറിന്റെ അക്ഷരം കൊണ്ട് ഖബർ പറഞ്ഞിരിക്കുന്നു. നാബിനെ ഉദ്ദേശിച്ചുകൊണ്ട് മന കാഇനിൻ ആ വിസ്തക്കർ കാഇൻ എന്ന അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട്, അവൽ ഇസ്തക്കർ എന്ന അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട്. അപ്പോൾ ലർഫോ ജാർ മജ്റൂർ ആകുമ്പോൾ അവിടെ കാഇനിന്റെ അർത്ഥമാണ്, അല്ല ഇസ്തക്കറിന്റെ അർത്ഥമാണ്. അപ്പോൾ കായിൻ ആകുമ്പോൾ അവിടെ മുഫ്രദാണ്, ഇസ്തക്കർ ആകുമ്പോൾ ജുംലയാണ്. തഖദ്ദം മുൻകടന്നു അനിൽ ഖബർ യകൂൻ മുഫ്രദൻ ഖബർ മുഫ്രദാകും, യകൂൻ ജുംലതൻ ചിലപ്പോൾ ജുംലയുമാകും. ഉദാക്കൽ മുസന്നിഫ് ഫി ഹാദൽ ബൈത്തി ഈ ബൈത്ത് മുസന്നിഫ് പറഞ്ഞു അന്നഹു യകൂൻ ലർഫൻ ഔ ജാർ മജ്റൂറൻ ചിലപ്പോൾ ഖബർ എന്താകും, ലർഫാകും അല്ലെങ്കിൽ ജാറു മജ്റൂർ ആകും. നഹു സെയ്ദുൻ ഇന്ദക ഓ സെയ്ദുൻ ഫിദ്ദാരി അല്ലേ, ലർഫിന് ഉദാഹരണമുണ്ട്, ഫിദ്ദാരി സെയ്ദുൻ ഫിദ്ദാരി, ജാറു മജ്റൂറിനും ഉദാഹരണമുണ്ട്. ഫകുല്ലു മിൻഹുമാ മുതഅല്ലിഖും ബിമഹ്ദൂഫിൻ വാജിബിൽ ഹദഫി ഇവയിൽ ഓരോന്നും അല്ലേ, ലർഫായാലും ജാർ മജ്റൂർ ആയാലും ഫകുല്ലു മിൻഹുമാ എല്ലാ ഓരോന്നും മുതഅല്ലിഖുൻ ബന്ധപ്പെട്ടതാണ്, മഹ്ദൂഫിന് കളയപ്പെട്ടതുകൊണ്ട്. അവിടെ എന്താണ്ട് ലർഫും ജാർ മജ്റൂറും മഹ്ദൂഫ് കൊണ്ട് ബന്ധപ്പെട്ടതാണ്. വാജിബിൽ ഹദഫി കളയിൽ നിർബന്ധമായ ഒരു മഹ്ദൂഫ് കൊണ്ട് ബന്ധപ്പെട്ടതാകുന്നു. വാജാദ കൗം ഒരു സമുദായം ജായിസാക്കിയിട്ടുണ്ട്, മിൻഹുൽ മുസന്നിഫ് അതിൽപ്പെട്ടവരാണ് ആര്, മുസന്നിഫ് അലൈഹി മുസന്നിഫ് അലി അവരിൽപ്പെട്ടവരാണ്. അങ്ങനത്തെ ഒരു വിഭാഗം എന്താക്കിയിട്ടുണ്ട്, ജായിസാക്കിയിട്ടുണ്ട്. മുസന്നിഫിന്റെ അഭിപ്രായവും അതാകുന്നു, എന്ത് അഞ്ഞേക്കുന്ന താലിക്കൽ മഹ്ദൂഫ് ഇസ്മൻ ഔ ഫീലൻ അവിടെ കളയപ്പെട്ട സാധനം എന്താവാം, ഒന്ന് ഇസ്മാവാം അല്ലെങ്കിൽ ഫീലാവാം. നഹു കായിന് അവിസ്തക്കർ ഒന്ന് കായിന് അല്ലെങ്കിൽ ഇസ്തക്കർ. ഫൈൻ ഖദ്ദർത്ത കായിനെ നീ സങ്കല്പിച്ചാൽ കാന മിൻ കബീൽ ഖബറിൽ മുഫ്രദി അത് ഖബർ മുഫ്രദോണ്ട് ഖബറിൽ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാകും. അപ്പോൾ രണ്ടെണ്ണം സങ്കല്പിക്കാം. ഇവിടെ കളയപ്പെട്ടത് ഒന്ന് കായിനാവാം അല്ലെങ്കിൽ ഇസ്തക്കർ ആവാം. നീ കായിനെന്ന് സങ്കല്പിച്ചാൽ കാന മിൻ കബീൽ ഖബറി മുഫ്രദി മുഫ്രദ് കൊണ്ട് ഖബർ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടതാകും. വൈൻ ഖദ്ദർത്ത ഇസ്തക്കറത്ത് എന്നതിനെ സങ്കല്പിച്ചാൽ കാന മിൻ കബീൽ ഖബറിൽ ജുംല കൊണ്ട് ഖബർ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാകും. അവ ഏതിലും പെടുത്താം. എന്നാൽ വഖ്തലഫ നഹ്വിയൂന ഫീ ഹാദ ഈ വിഷയത്തിൽ നഹ്വി പണ്ഡിതന്മാർ ഇഖ്തിലാഫ് ഉണ്ടായിട്ടുണ്ട്. ഫദഹബൽ അഖ്ഫശ് എന്നവർ പോയി ഇലാ അന്നഹു മിൻ കബീൽ ഖബിൽ മുഫ്രദി ഇത് മുഫ്രദ് കൊണ്ട് ഖബർ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാകുന്നു, കാരണം കായിനെ സങ്കല്പിക്കുമ്പോൾ. വന കുല്ല മിൻഹു മുതാലിക്കും മഹ്ദൂഫിൻ ഓരോന്നും എന്താണ് ഒരു മഹ്ദൂഫ് കൊണ്ട് ബന്ധപ്പെട്ടതാകുന്നു. വദാലിക്കൽ മഹ്ദൂഫ് ഇസ്മു ഫായിൽ ആ കളയപ്പെട്ട സാധനം എന്താണ്, ഇസ്മു ഫായില എന്ന ആരഭിപ്രായം, അഖ്ഫശ് എന്ന പണ്ഡിതന്റെ അഭിപ്രായം. അത്തഖദീറു സെയ്ദുൻ കാഇനുൻ ഇൻദക സെയ്ദ് നിന്റെ അടുത്തുണ്ടെന്ന് സെയ്ദ് നിന്റെ അടുത്ത് ഉള്ളവനാകുന്നു. ഔ മുസ്തഖിറുൻ എന്തൊക്ക എന്നാകുന്നു. ഔ ഫിദ്ദാരി അല്ലെങ്കിൽ ഫിദ്ദാരി അല്ലേ, സെയ്ദുൻ കാഇനുൻ ഫിദ്ദാരി ഔ മുസ്തഖിറുൻ ഫിദ്ദാരി എന്നാകുന്നു അവിടെ സങ്കല്പിക്കേണ്ടത്. വഖദ് സിബ ഹാദാ സിബവി ഈ അഭിപ്രായം സിബ ഇമാമിനും ചേർത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മുഫ്രദാണ് അല്ലേ, മുഫ്രദ് കൊണ്ട് ഖബർ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാകും നമ്മുടെ ഇസ്മുഫാന കളയപ്പെട്ടത് എന്നാണ് അഖ്ഫശ് എന്നവരുടെ അഭിപ്രായം. ഈ അഭിപ്രായം സിബ ഇമാമിലേക്കും ചേർക്കപ്പെട്ടിട്ടുണ്ട്. വക്കീല ഒരു അഭിപ്രായം ഉണ്ട്, ഇന്നഹുമാ മിൻ കബീൽ ജുംല ഈ ലർഫും ജാർ മജ്റൂറും ജുംലയുടെ കൂട്ടത്തിൽപ്പെട്ടതാകും എന്ന് പറഞ്ഞാൽ ജുംല കൊണ്ട് ഖബർ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാകുന്നു. അപ്പോൾ എന്താ അർത്ഥം വെക്കേണ്ടത്, ഇസ്തഖറ അല്ലെങ്കിൽ ഇസ്തഖിറുന്നു സങ്കല്പിക്കണം. വൈന കൊല്ല മിൻഹുമാ മുതഅല്ലിഖും മഹ്ദൂഫിൻ അവിടെ ഓരോന്നും ലർഫും ജാർ മജ്റൂറും അതിൽ നിന്ന് ഓരോന്നും മുതഅല്ലിഖുൻ ബന്ധപ്പെട്ടതാകുന്നു, മഹ്ദൂഫിൻ കളയപ്പെട്ട സ്ഥാനം കൊണ്ട് ബന്ധപ്പെട്ടതാകുന്നു. ഹുവ ഫീൽ ഏതാണ് കളയപ്പെട്ട സ്ഥാനം, ഫീലാണ്. അർത്ഥം എന്താ പറഞ്ഞത്, ഇസ്മു ഫായിൽ എന്നാ പറഞ്ഞത്. വതഖദീറു സെയ്ദുൻ ഇസ്തഖറ ഔ യസ്തഖിറു ഇൻദക സങ്കല്പിക്കണം. സെയ്ദുൻ ഇസ്തഖറ ഇൻദക അല്ലെങ്കിൽ സെയ്ദുൻ യസ്തഖിറു ഇൻദക ഔ ഫിദ്ദാരി അല്ലെങ്കിൽ സെയ്ദുൻ ഇസ്തഖറ ഫിദ്ദാരി അല്ലെങ്കിൽ യസ്തഖിറു ഫിദ്ദാരി എന്ന് സങ്കല്പിക്കണം. വനുസിബ ഹാദാ ഇലാ ജുംഹുൽ ബസരീൻ ഇതാണ് അധിക ബസക്കാരിലേക്കും ചേർക്കപ്പെട്ടത്. വലാ സബബിഹിലും സിബിലാമിലേക്കും ഇത് ചേർക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട്. എന്നാൽ മറ്റൊരു കീല ഇത് ജുംലിയല്ല ഖബറല്ല മറ്റൊരു ഇനമാകുന്നു. വക്കീല ഒരഭിപ്രായമുണ്ട്, യജൂദ് അൻ യുജ്അല മിൻ കബീൽ മുഫ്രദി ജായിസ് അൻ യുജ്അല മിൻ കബീൽ മുഫ്രദി മുഫ്രദിന്റെ കബീലയിൽ വയകൂന മുഖദ്ദറുസ് മുസ്തഖിറൻ വൻഹു അപ്പോൾ മുഖദ്ദർ എന്താ മുസ്തഖിർ ആവും. വയുജ്അല മിൻ കബീൽ ജുംലയുടെ കൂട്ടത്തിൽപ്പെട്ടതാവാം. ഫയകൂന തഖദുർ ഇസ്തഖറ വൻഹു അതുപോലത്തതാവാം. അപ്പോൾ പറഞ്ഞ് അഭിപ്രായം പറഞ്ഞത് അത് മുഫ്രദിൽപ്പെട്ടതാണ്, ഇസ്മു ഫായിലാണ്. മറ്റൊരു വിഭാഗം പറഞ്ഞത് ജുംലയാണ് കളയപ്പെട്ടത്, അവിടെ ഫീലാണ് കളയപ്പെട്ടത്, ജുംലയുടെ വിഭാഗത്തിൽപ്പെട്ടതാകുന്നു.
മറ്റൊരു അഭിപ്രായം രണ്ടിൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റും. മുഫ്രദിൻ്റെ കൂട്ടത്തിൽ പെട്ടാൻ പറ്റും. അപ്പോൾ മുഖദ്ദർ മുസ്തഖിറാവും. ജുംലയുടെ കൂട്ടത്തിൽ പെട്ടതാണെങ്കിൽ അവിടെ മുഖദ്ദർ എന്താ വിസ്തഖറാവും, അതുപോലത്തതാകും. വഹാ ദാഹിറു ഖൗലിൽ മുസന്നിഫി നാവീന മാന കായിൻ ആ വിസ്തഖർ. ഇതാണ് മുസന്നിഫിൻ്റെ വാക്കുകൊണ്ടുള്ള ദാഹിറാകുന്നത്. അതായത് നാവീന മാന കായിൻ ആ വിസ്തഖർ എന്ന അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട്. അപ്പോൾ കായിനാകുമ്പോൾ അവിടെ എന്ത് മുഫ്രദ്, ഇസ്തഖറാകുമ്പോൾ എന്ത് ഫീലല്ലേ, അപ്പോൾ അത് ജുംല. എന്നാൽ മറ്റൊരു അഭിപ്രായം വദഹബ അബൂബക്കർ ബിൻ സറാജ് ഇല എന്ന പണ്ഡിതൻ പോയിട്ടുണ്ട്. ഇല്ല അനക്കുല്ലമില്ല ദർഫിൽ മജൂരി കിസ്മു ബിറാസിഹി, ലർഫും ജാർ മജറൂം കിസ്മു റാസി അതന്നെ എന്താണ് ഒരു ഇനമാകുന്നു. ഖബറു ബിൽ ജുംല, ഖബറുൽ മുഫ്രദ്, ഖബറും ബിൽ ലർഫ്, ഖബറും ബിൽ ജാർ മജറൂർ എന്നിങ്ങനെ മറ്റൊരു കിസ്മാകുന്നു. വലൈസ മിൻ കബീൽ മുഫ്രദ് വല മിൻ കബീൽ ജുംല, ജുംലയുടെ കൂട്ടത്തിൽപ്പെട്ടതുമല്ല മുഫ്രദിന്റെ കൂട്ടത്തിൽപ്പെട്ടതല്ല. ഇത് മറ്റൊരു ഐറ്റം ആകുന്നു. നഖല അൻഹു ആദൽ മദ്ഹബ, ഈ മദ്ഹബിനെ അദ്ദേഹത്തോട്ട് ഉദ്ധരിച്ചു തിൽമിയുദ്ദീൻ ശിഷ്യൻ അബു അലിൽ ഫാരിസി ഫി ഷിറാസിയാത്ത് എന്ന ഗ്രന്ഥത്തിൽ അബു അലിൽ ഫാരിസി എന്നവർ എന്തായിട്ടുണ്ട് ഈ അഭിപ്രായം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് മുഫ്രദ് കൊണ്ടുള്ള ഖബറിൽപ്പെട്ടതുമല്ല ജുംല കൊണ്ടുള്ള ഖബറിൽപ്പെട്ടതല്ല, മറ്റൊരു ഐറ്റം തന്നെയാകുന്നു. വൽ ഹക്കു, എന്നാൽ യാഥാർത്ഥ്യം, ഹക്ക്, സത്യം, ഖിലാഫു ആ മദ്ഹബ്, ഈ മദ്ഹബിന്റെ ഖിലാഫാകുന്നു. ഇത് ശരിയല്ല, ഇതിൻ്റെ ഖിലാഫാണ് സത്യം. ഇത് വാന്നഹു മുതാലിഖുൽ മഹദൂഫിൻ, ഇത് മഹദൂഫ് കൊണ്ട് ബന്ധപ്പെട്ടതാകുന്നു. വദാലിക്കൽ മഹദൂഫു വാജിബുൽ ഹദഫി, ഈ കളയപ്പെട്ട സാധനം കളയ നിർബന്ധമായ സാധനമാകുന്നു. വദാലിക്കൽ മഹദൂഫ്, ഈ കളയപ്പെട്ട സാധനം വാജിബുൽ ഹദഫി കളയ നിർബന്ധമായ സാധനമാകുന്നു. വഖദ് സുരിയ ബി ശുദൂറൻ, ഷാദായിട്ട് ഇതിനെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കളയ നിർബന്ധമായ സാധനത്തെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഷാദായിട്ട്. കവിയുടെ വാക്കുപോലെ അല്ലെ ഒരു കവിതയിൽ ഷാദായിട്ട് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് കളയ നിർബന്ധമായ സാധനത്തെ. ഏതാണത്? ലക്കൽ ഇസ്സു ഇൻ മൗലാക അസ്സാ വ ഇയഹുൻ ഫഅൻത ലദാ ബുഹബൂഹതിൽ ഹൂനി കായിനു. ലക്കൽ ഇസ്സു, നിനക്കാണ് ഇസ്സ്, ഇൻ മൗലാക അസ്സാ, നിന്റെ സ്വാഹിബ് നിന്റെ മൗല എന്തായാൽ ഇസ്സത്തുള്ളവനായാൽ അല്ലേ, നിന്റെ മൗലാക്ക് ഇസ്സത്ത് ഉണ്ടായാൽ അതിന്റെ ഇസ്സത്ത് ആർക്കാണ്? നിനക്കാകുന്നു. വൈയഹുൻ, അപ്പോൾ നിന്റെ മൗല എൻ്റെ കൂട്ടുകാരൻ ഹരീഫ് എന്തായാൽ നിസാരനായാൽ നിന്യനായാൽ ഫാന്ത നീ ആവുന്നത് ലതാ ബുഹബൂഹത്തുൽ ഹൂനി, നിന്നതയുടെ നടുവിൽ കായിൻ ഉള്ളവനാകുന്നു. അപ്പോൾ നിന്റെ സുഹൃത്ത് നിന്റെ ഹരീഫ് എന്തായാൽ മോശമായാൽ നിന്യനായാൽ അത് നിന്നെ ബാധിക്കും. അവൻ കവിയാൽ എന്താവും നീ കവിയാകും. അപ്പോൾ അവിടെ കായിൻ എന്ന് പറഞ്ഞല്ലോ, ഇവിടെ കായിൻ എന്ന് പറഞ്ഞു. ഇവിടെ കായിന്ന് വ്യക്തമാക്കി പറഞ്ഞ ഷാദായിട്ട് പറഞ്ഞതാണ്. വക്കമാ യജിബു ഹദഫു ആമിലിൽ ലർഫി വൽ ജാരി വൽ മജ്റൂറി ഇദാ വകാ ഖബറൻ കദാലിക യജിബു ഹദഫു ഇദാ വകാ സിഫതൻ. വക്കമാ യജിബു ഹദഫു ആമിലിൽ ലർഫി, ലർഫിന്റെ ആമില് ജാരിൽ മജ്റൂർ, ജാർ മജ്റൂറിന്റെ ആമിലിനെ കളയൽ നിർബന്ധമായതുപോലെ ഇദാ വകാ ഖബർ, ഖബറായിട്ട് ലർഫോ ജാർ മജ്റൂർ വന്നാൽ അതിന്റെ ആമിലിനെ കളയണമല്ലോ, അത് നിർബന്ധമായതുപോലെ കദാലിക അപ്രകാരം യജിബു ഹദഫു ആമിലിനെ കളയാൻ പറ്റും. ഇദാ വകാ സിഫതൻ, ഇദാ വകാ സിഫത്തൻ, അത് സിഫത്തായിട്ട് വന്നാലും എന്താക്കാൻ പറ്റും? അതിനെ കളയാൻ പറ്റും. അപ്പോൾ ദർഫും ജാർ മജ്റൂറും സിഫത്തായിട്ട് വന്നാലും അതിൻ്റെ ആമിനെ കളയാനോ. മറത്തു ബിറജുലിൻ ഇന്ദക, മറത്തു ബിറജുലിൻ ഇന്ദക ഔ ഫിദ്ദാരി, അല്ലെങ്കിൽ ഹാലായിട്ട് വന്നു മറത്തു ബിസൈദിൻ ഇന്ദക ഐ ഫിദ്ദാരി, മറത്തു ബിസൈദിൻ ഇന്ദക ഔ ഫിദ്ദാരി. ഔ സില, അല്ലെ സിലായിട്ട് വന്നു. അപ്പോൾ നഹു ജാ അല്ലദീ ഇന്ദക ഔ ഫിദ്ദാരി അല്ലേ, ഒന്ന് ഹാലാണ്, ഒന്ന് സിഫത്താണ്, ഒന്ന് സിലയാണ് അല്ലേ. മൗസൂലിന്റെ സിലയായിട്ട് വന്നു, ഒന്ന് ഹാലായിട്ട് വന്നു അല്ലേ. സെയ്ദുള്ളത് എന്നുള്ള ഹാലാണ് ഇന്ദക്ക ഉള്ളത്, അതിന് ഫിദ്ദാരി ഉള്ളത്. റജുൽ എന്നുള്ള സിഫത്താണ് ഇന്ദക്ക അല്ലെങ്കിൽ ഫിദ്ദാരി ഉള്ളത്. അങ്ങനെ വന്നാൽ അവിടുത്തെ എന്തിനെ കളയണം? ആമിലിനെ കളയണം. ലാക്കിൻ യജിബു ഫി സിലതി അൻ യകൂന മഹ്ദൂഫ് ഫീലൻ, പക്ഷേ സിലയിൽ നിർബന്ധം അൻ യകൂന മഹ്ദൂഫ് ഫീലൻ, അവിടെ കളയപ്പെട്ട സാധനം ഫീലാൽ നിർബന്ധമാണ്. സിലയിൽ കളയപ്പെട്ട സാധനം ഫീലാൽ നിർബന്ധമാണ്. അതൊക്കെ ഒരു ജാ അല്ലദീ ഇസ്തഖറ ഇന്ദക ഔ ഫിദ്ദാരി എന്നാണ്. അപ്പോൾ സിലയിൽ മഹ്ദൂഫ് ഫീലാണ്. വമ്മ സിഫത്ത് വൽ ഹാലു, അപ്പോൾ സിഫത്തിൻ്റെയും ഹാലിൻ്റെയും ഹുക്കും എന്താ? വമ്മ സിഫത്ത് വൽ ഹാലു സിഫത്തും ഹാലു ഹുക്കുമുഹും, അതിൻ്റെയും ഹുക്കുമു ഹുക്കുമുൽ ഖബരി കമ്മത്തക്കഥ. മുമ്പ് നമ്മൾ ഖബറിൻ്റെ വിഷയം പറഞ്ഞല്ലോ, അതേ മതിയാവുന്നു. അപ്പോൾ ഖബറായിട്ട് എന്തു വന്നു? സിഫത്തോ ഹാലോ അല്ലെങ്കിൽ സിലയോ വന്നാൽ അവിടെ
ആമിലിനെ കളയണം. അപ്പോൾ സിലയിൽ കളയുന്ന സാധനം നിർബന്ധമായും കളയപ്പെട്ട സാധനം ഏതാ? ഫീലാവണം. എന്നാൽ സിഫത്തിലും ഹാലിലും കളയപ്പെട്ട സാധനം എന്താണ്? ഖബറിൽ എന്താണ് മുമ്പ് കഴിഞ്ഞത്? അതേ സംഗതിയാണ്. ഖബറിൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞോ അതൊക്കെ ഇവിടെയും ബാധകമാകും സിഫത്തിൻ്റെയും ഹാലിൻ്റെയും വിഷയത്തിൽ. മനസ്സിലായില്ലേ? വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.